ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇത് അവസാനിച്ചിരിക്കുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇതാ നാട്ടിലേക്ക് എത്തി. ആദ്യം മുതൽ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫസ്റ്റ് പ്രൊമോ മുതൽ, അല്ലെങ്കിൽ അതിനു മുന്നേ ബിഗ് ബോസിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ ഇന്നലെ കണ്ടസ്റ്റൻസ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയത് വരെ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 400 വീഡിയോസ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് എൻറ്റയർ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാനല് ബിഗ് ബോസിന്റെ, അതായത് സീസൺ 6ന്റെ റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ 10,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് 44,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ നിങ്ങളുടെ ഭയങ്കരമായ സ്നേഹവും അല്ലെങ്കിൽ ഭയങ്കരമായ സപ്പോർട്ടുമാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ ഞാൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, എന്തൊക്കെയാണെങ്കിലും കണ്ടസ്റ്റൻസിനെ കാണാനായിട്ട് ഞാൻ പോകും. കാരണം എൻറ്റയർ കാര്യങ്ങളും ഈ ഒരു സീസണിൽ കൃത്യമായിട്ട് നമ്മളുടെ ചാനൽ വഴി പുറത്തു വിടണമെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവസാനം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ ജിൻഡപ്പൻ കപ്പുമായി വന്നു. അഭിഷേക്, അർജുൻ, സിജോ എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ നമ്മളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം എയർപോർട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ജിൻഡോന്റെ പേരിൽ ഒരുപാട് പേരിങ്ങനെ ആരവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡപ്പ ജിൻഡപ്പ അടിച്ചു കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ നമ്മുടെ ജിൻഡോന് ആരവം വിളിക്കുകയാണ്. ആ വീഡിയോസ് ഒക്കെ ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ചാനലിൽ ഞാനത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സൈഡിൽ പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡപ്പൻ വന്നിറങ്ങി. ജിൻഡപ്പൻ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ എയർപോർട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് എയർപോർട്ടിലെ എംപ്ലോയീസും കാര്യങ്ങളൊക്കെ ജിൻഡപ്പന്റെ ഒപ്പം ഫോട്ടോ എടുക്കുകയും കപ്പൊക്കെ വാങ്ങി പിടിച്ച് ഫോട്ടോ എടുക്കുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഏകദേശം 5:30 മണിയോടുകൂടി തന്നെ ജിൻഡപ്പൻ എത്തിച്ചേർന്നു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഏകദേശം ഒരു 6:15, 6 മണി അത്രത്തോളമായി. കാരണം അവിടെയുള്ള ആൾക്കാരുടെ ഫോട്ടോ അങ്ങനെ പിന്നെ ചെക്കൗട്ട് ചെയ്യല് അങ്ങനെയുള്ള ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഈ സമയമായി. അങ്ങനെ ജിൻഡപ്പൻ വന്നിറങ്ങി. ഒരുപാട് പേര് ആരവം വിളിച്ച് ഒരുപാട് പേര് ജിൻഡപ്പനെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുകയും ഹഗ് ചെയ്യുകയും അതുപോലെ തന്നെ കപ്പിൽ തൊട്ട് നോക്കുകയും പിന്നെ കപ്പ് വാങ്ങി ഫോട്ടോ എടുക്കുകയും അങ്ങനെയൊക്കെ കുറെ പേര് ചെയ്തു. പിന്നെ ജിൻഡപ്പൻ കുറച്ചിങ്ങ് നീങ്ങി വന്ന സമയത്ത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി ഏകദേശം 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ജിൻഡപ്പന്റെ ചുറ്റും. അങ്ങനെ നമ്മുടെ ജിൻഡപ്പനെ പൊതിഞ്ഞ് എല്ലാവരും കൂടി എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറക്കിയായിരുന്നു. തൊട്ട് മുന്നായിട്ട് നമ്മുടെ സീസൺ 4ലെ സൂപ്പർ താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കണ്ടു. റോബിൻ ചേട്ടൻ അവിടെ നമ്മുടെ ജിൻഡപ്പനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. കാരണം നമ്മുടെ റോബിന്റെ ജിമ്മിൽ ആശാനാണ് ജിൻഡപ്പൻ. അപ്പോൾ ജിൻഡപ്പനെ കാണാനായിട്ട് റോബിനും നമ്മുടെ ആരതി ചേച്ചി എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. റോബിനായിട്ട് ഫോട്ടോ എടുത്തു, ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ റോബിൻ ചേട്ടനെ കണ്ടു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ പറയുന്ന റോബിൻ ചേട്ടനെ കാണണം എന്നുള്ളത്. അങ്ങനെ റോബിൻ ചേട്ടൻ ചെന്ന് ജിൻഡോയെ കെട്ടിപ്പിടിച്ചു. പിന്നെ ആ ഒരു ട്രോഫിയൊക്കെ പൊക്കി കാണിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജിൻഡപ്പന്റെ അച്ഛനും അമ്മയും അവർക്ക് പാടില്ലാത്തതാണ്. പക്ഷെ ജനങ്ങൾ അത് പെട്ടെന്ന് ജിൻഡോയെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ശ്രദ്ധിച്ചില്ല. ജിൻഡോ പറയുന്നുണ്ട്, എടാ അമ്മക്ക് പാടില്ലാത്തതാ, ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് പോട്ടെ, ഒന്ന് മാറ്റി നിർത്ത്. അപ്പൊ ബോഡി ഗാർഡ്സ് ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി. എടാ നീ എന്താണ് അങ്ങനെ പറയുന്നത്, നീ ഇതിൽ കൂടെ പോ, നീ അതിലൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ആളുകളായിരുന്നു ഇന്നലെ ജിൻഡോയെ കാണാനായിട്ട്. അങ്ങനെ ജിൻഡോ വന്നിറങ്ങി. ഒരുപാട് പേരോട് പല കാര്യങ്ങൾ സംസാരിച്ചു. കപ്പ് കിട്ടിയതിന്റെ സന്തോഷം അറിയിച്ചു. എന്നിട്ട് നമ്മുടെ കാറിൽ കയറിയിട്ട് സൺറൂഫ് ഒക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ജിൻഡോ ആദ്യം തന്നെ വിട്ടു. ഏകദേശം 6:30 മണിയോടുകൂടി തന്നെ നമ്മുടെ ജിൻഡോ പോയി. കാരണം അങ്കമാലിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരണമല്ലോ. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് എയർപോർട്ടിൽ എല്ലാവരെയും കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജിൻഡോ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നു. ഞാൻ എന്താണ് സംഭവം നോക്കി ചെന്നപ്പോഴാണ് അഭിഷേക് വന്നിട്ടുണ്ട്. കുറെ ഫ്ലെക്സ് ഒക്കെ പിടിച്ച് അഭിഷേകിന്റെ കുറെ കൂട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അഭിഷേക് വന്നിറങ്ങിയിട്ടുണ്ട്. അഭിഷേകേട്ടനെ കണ്ടു. അഭിഷേകിന്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ അഭിഷേകേട്ടൻ പറയുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. പിന്നെ ഇൻസ്റ്റഗ്രാമില് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയി. പിന്നീട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിപ്പോയത്. ആ ഒരു അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 100 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, വെറും 100 ഫോളോവേഴ്സ്. അപ്പൊ ബിഗ് ബോസിൽ നിന്ന് വന്ന സമയത്ത് 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ അഭിചേട്ടൻ ആ ഒരു സമയത്ത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ അഭിചേട്ടനൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ അർജുന്റെ ചുറ്റും ഒരുപാട് ആളുകൾ ക്യാമറാസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അർജുന്റെ അടുത്തോട്ട് പെട്ടെന്ന് ഓടിച്ചെന്നു. അങ്ങനെ അർജുന്റെ അടുത്തോട്ട് ചെന്ന സമയത്ത് അർജുനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് ആരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ശ്രീധുവിന്റെ പേര് കേൾക്കാനല്ലേ ഈ പരിപാടി പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അർജുൻ പോകുന്നുണ്ട്. അർജുന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, അർജുൻ ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കണം.
അപ്പോൾ അർജുൻ താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ, കാരണം അമ്മാതിരി ഹൈറ്റാണ് പുള്ളിക്ക്. നമുക്കറിയാം പുള്ളിക്ക് അത്യാവശ്യത്തിന് പൊക്കമുണ്ടെന്നുള്ള കാര്യം. പക്ഷേ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും പൊക്കം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അമ്മാതിരി ഹൈറ്റ്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പുള്ളി താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചു ഒരു ഫോട്ടോ എടുത്തു. ഇതിവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അർജുൻ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അർജുൻ ചേട്ടൻ വിടുന്നുണ്ടായിരുന്നില്ല. ചേട്ടൻ കുറച്ച് നീങ്ങുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ചെല്ലും. പിന്നീട് അങ്ങനെ ഒരു പിടിയും വലിയൊക്കെ ആയിരുന്നു ഫുള്ള്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു. സായി ചേട്ടനൊപ്പം ഫോട്ടോ എടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ സായി ചേട്ടനും പല ആൾക്കാരോടും പല രീതിയിലും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ വിന്നറാവാത്ത എന്താണെന്നൊക്കെ നമ്മുടെ സായി ചേട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുറെ പേര്. പിന്നെ അങ്ങനെ ഒരുപാട് പേരെ ഇന്നലെ കണ്ടു. അൻസിബ ചേച്ചിയെ കണ്ടു. അൻസിബ ചേച്ചി, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ പേരെ, ഗബ്രി, സിജോ, എല്ലാവരെയും ഇന്നലത്തെ ഇതിൽ കണ്ടു. കൂടുതലായിട്ട് എന്ന് വെച്ചാൽ കുറെ ജനങ്ങൾ കാണാൻ കാത്തിരുന്നത് ഈ പറഞ്ഞ അഭിഷേക്, അർജുൻ, അതുപോലെ തന്നെ നമ്മുടെ ഋഷി, ഈ പറയുന്ന ജിൻഡപ്പൻ, അങ്ങനെ ഇവരെയൊക്കെയാണ് ജനങ്ങൾ കുറെ പേര് ഇങ്ങനെ കാണാൻ കാത്തിരുന്നത്. കാരണം ഇവര് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരു പ്രാവശ്യം വന്നു പോയവരാണ്. അവരെയൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാരണം അവരോട് അധികം ആൾക്കാർ ചെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. അധികം ജനങ്ങളൊന്നും അവർക്ക് ചുറ്റും നിൽപ്പുണ്ടായിരുന്നില്ല. കാരണം അവരൊരു പ്രാവശ്യം വന്നു പോയവരല്ലേ. പക്ഷെ ഇവരെ കാണാനായിട്ട് വമ്പൻ ജനക്കൂട്ടമായിരുന്നു. ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഇടയിൽ കൂടെയൊക്കെ തള്ളി കയറി ചെന്നിട്ടാണ് അർജുൻ്റെ ഒപ്പം നമ്മുടെ ജിൻഡപ്പൻ്റെ ഒപ്പം ഒക്കെ ജിൻഡപ്പൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. വല്ലാത്ത സങ്കടമായത്. അഭിഷേകിന്റെ ഒപ്പം ഫോട്ടോ എടുത്തു, അർജുൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തു, അൻസിബ, സായി, എല്ലാവർക്കും ഒപ്പം ഫോട്ടോ എടുത്തു. ജിൻഡപ്പൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം അത്രയും ജനങ്ങൾ, നമുക്ക് അടുത്തോട്ട് ഒന്ന് സെൽഫി ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു നടപടിയില്ല. ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ ചെല്ലും, സെൽഫി ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും തങ്ങാട് തട്ടിപ്പോവും. പിന്നെയും ജിൻഡപ്പൻ അങ്ങാട് പോകുന്ന സമയത്ത് ഞാൻ പിന്നെയും ഫോൺ എടുത്ത് ചെല്ലും. ആൾക്കാർ ഉന്തും തള്ളമായിട്ട് ഫോണൊക്കെ അടിയിൽ വീഴാൻ പോയി. ഒരു കണക്കിനാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ജിൻഡപ്പൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാണെങ്കിലും ജിൻഡപ്പനെ നല്ലോണം അടുത്ത് കണ്ടു. പക്ഷേ ജിൻഡപ്പനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. നടന്നില്ല. കുറെ പേർക്ക് അത് പറ്റി. എന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വഴി ഈ പറയുന്ന കപ്പൊക്കെ പിടിച്ചിട്ട് ജിൻഡപ്പൻ ഫോൺ വാങ്ങിയിട്ട് കുറെ പേർക്ക് ഫോട്ടോസ് എടുത്തു കൊടുത്തു. ആ ഒരു സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന റോബിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സീസൺ 4 ഞാൻ റോബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിൻഡപ്പൻ അവിടെ നിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചു. ഇനി ഇവരെയൊക്കെ ഒരുമിച്ച് എന്ത് കാണാനായിട്ടാ. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും പോയി കണ്ടു. ഇവർ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കയറിയ സമയം മുതൽ ഇവരുടെ ഇമോഷൻസ്, സങ്കടം, സന്തോഷം എല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ട് ഇവർ ബിഗ് ബോസ് ഹൗസിൽ ടാസ്ക് ചെയ്യുമ്പോഴും ഇവർക്കൊരു തളർച്ച ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ബിഗ് ബോസ് വിളിച്ച് ആശംസിക്കുമ്പോഴും ഇവർക്ക് അച്ചീവ്മെന്റ്സ് കിട്ടുമ്പോഴും ഇവർക്ക് ഫാൻ പവർ പുറത്തു കൂടുമ്പോഴും എല്ലാത്തിലും നമ്മൾ ഒരുപാട് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ സന്തോഷിക്കുമ്പോൾ സന്തോഷിച്ചും സങ്കടപ്പെടുമ്പോൾ സങ്കടങ്ങൾ പങ്കുവെച്ചും ഇവരുടെ എല്ലാ വിശേഷങ്ങളും 24/7 ലൈവ് കണ്ടിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചൊരു ചാനലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ട് എനിക്ക് ഇവരായിട്ടുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മിസ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് പണിപെട്ടിട്ടാണെങ്കിലും എല്ലാവരെയും പോയി കണ്ടത്. നമ്മുടെ ജിൻഡപ്പൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല. ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ജിൻഡപ്പനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവരാഗ്രഹം സഫലീകരിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, ഫോട്ടോസ് എടുക്കാൻ പറ്റി, വളരെ സന്തോഷം. കാരണം അത്രയും മാന്യമായിട്ടാണ് അവർ വരുന്ന എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് പോകാനായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ വീട്ടിലേക്ക് എത്തേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട്സിനെ കാണാനുണ്ടാവും, വീട്ടുകാരെ കാണാനുണ്ടാവും. അങ്ങനെ അത്രയും ഇതാണെങ്കിലും എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വരുന്നവരൊക്കെ ഒപ്പം ഫോട്ടോ എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് വളരെ സമയമെടുത്ത് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതോടൊപ്പം തന്നെ ഗബ്രി വന്നു, ജാൻമണി വന്നു, എല്ലാവരെയും കണ്ടു. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ നമ്മൾ ഈ ഒരു പബ്ലിക് PR എന്ന യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ഞാൻ കുറച്ച് സെറ്റിൽഡ് ആയ ഒരു ചാനൽ തന്നെയാണത്. അത്യാവശ്യത്തിന് ഒരു എമൗണ്ട് എനിക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്നുമല്ല, നമുക്ക് മറ്റൊരു സന്തോഷം ഉണ്ടല്ലോ, ആൾക്കാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നൊരു സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ജിൻഡപ്പനെ കാത്ത് നിൽക്കുകയാണ്. ഫോണൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഫ്ലെക്സുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, ചാനലാണോ, ചാനലിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് അഡിക്റ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചാനലാണ്. ഏതാ ചാനൽ? അപ്പോൾ ഞാൻ പറയും പബ്ലിക് PR എന്ന് പറഞ്ഞ് ഫോണിൽ കാണിച്ചു കൊടുത്തു. എനിക്കറിയാം, റിവ്യൂ ഒക്കെ ചെയ്യുന്നതല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്, വോയിസ് കേട്ടിട്ടുണ്ട്, ചാനൽ അറിയാം, കുട്ടിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യത്തിന് ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ
ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഫേസ് റിവീൽ ചെയ്ത് നമ്മൾ അധികം വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് അത്ര ഫെമിലിയർ അല്ല. എന്തൊക്കെയാണെങ്കിലും സൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലും അത്യാവശ്യത്തിന് ഫെമിലിയർ ആണ്. ഞാൻ കാണാറുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ചേച്ചി വന്ന് കണ്ടിട്ട് പറഞ്ഞു എൻ്റെ ഫേസ് കണ്ടിട്ടുണ്ട് ഒരു വീഡിയോസിൽ, ഏതോ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടോപ്പ് 5 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ എൻ്റെ ഫേസ് കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ അത്യാവശ്യം റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു. ഏകദേശം 1,00,000-അടുത്ത ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതുവഴി എൻ്റെ ഫേസ് പുള്ളിക്കാരത്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് നമ്മളെ അറിയാം എന്ന് പറയുന്നത് അത്ര ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഇന്നലെ എയർപോർട്ടിൽ വെച്ച് സംഭവിച്ചു. അങ്ങനെ എനിക്കും ഒരുപാട് സന്തോഷമായി. എല്ലാവരെയും കണ്ടു. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ അൾട്ടിമേറ്റ് വരുന്നു എന്ന് പറയുന്നു. കൺഫേംഡ് ആയിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഈ അടുത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത് തന്നെ ഉണ്ടാകും. മറ്റുള്ള കണ്ടസ്റ്റൻസിന്, അതായത് സീസൺ 6 മുതൽ സീസൺ 1 വരെ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തികളെ കൊണ്ടുവന്ന് ഒരു OTT സീസൺ, നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ലൈവും എപ്പിസോഡും കാണാൻ പറ്റുന്ന ഒരു സീസണാണ് ഈ പറയുന്ന അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. 50 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പരിപാടി വരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത സീസണ് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുവരെ പല പല കാര്യങ്ങളായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും പോകുന്നത്. എന്തായാലും ബിഗ് ബോസ് റിലേറ്റ് തന്നെ ആയിരിക്കും. മറ്റൊരു കണ്ടന്റിലേക്ക് എന്തായാലും പോകുന്നില്ല. അത് വേറൊരു ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇതിനകത്ത് ബിഗ് ബോസ് റിലേറ്റഡ് തന്നെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ ആ ഒരു നമുക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സന്തോഷങ്ങളോ സങ്കടങ്ങളോ എന്താണെങ്കിലും അതൊക്കെ നമ്മുടെ ചാനൽ വഴി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടി ഒരു കാത്തിരിപ്പാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം. ഇന്നലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കണ്ടസ്റ്റൻസിനെ കാണാൻ വന്ന ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ വന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചല്ലോ. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്